ഒളിച്ചോടാൻ പിടിക്കാൻ പോലീസ്, കള്ളന്മാരെ പിടിക്കാൻ പോലീസ്, നാട്ടിലെ എന്ത് അനീതികളും അക്രമങ്ങളും നടന്നാലും പിടിക്കാൻ പോലീസ് അല്ലേ? ഇതൊക്കെ എന്താണല്ലേ മാഡം? നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസം മാഡത്തിൻ്റെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു. നമ്മുടെ ആലുവയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 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 കുട്ടിയെ 12 വയസ്സുള്ള ഒരു കുട്ടിയെ കാണാൻ ഇല്ല എന്ന് പറഞ്ഞ് മാഡത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ കുറച്ച് ടോക്ക് കേട്ടിരുന്നു. ഇതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ പോലീസുകാർ എന്താണ് ചെയ്യേണ്ടത്? ആരാണ് ഈ കൊച്ചു ഒളിച്ചോടിയതിന് ഉത്തരവാദികൾ? ആരാണ് ശരിക്കും ഇതിൻ്റെ പ്രതി ആരാണെന്ന് പറഞ്ഞേ? അത് ഒറ്റ വാക്കിൽ നമുക്ക് പറയാം, അവരുടെ മാതാപിതാക്കളാണ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? കാരണം ആ കുട്ടിയുടെ വയസ്സ് എത്രയാണ് വിനോദേ? 12 വയസ്സ് അല്ലേ? ഈ 12 വയസ്സുള്ള ഒരു കുട്ടി എന്ത് ചെയ്യണം, വീട്ടിൽ എങ്ങനെയായിരിക്കണം, അതിൻ്റെ ഓരോ നീക്കങ്ങളും അറിയേണ്ടത് മാതാപിതാക്കൾ. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ 12 വയസ്സ് എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാൻ പാടില്ലാത്ത പ്രായം അല്ലേ? നമ്മളൊന്നും അറിയില്ല. നമുക്ക് എന്താണ് ജീവിതം എന്താണെന്ന് പഠിച്ച് വരുന്നുള്ളൂ. രാത്രി സമയത്ത് ഒരു 7 മണി അല്ലെങ്കിൽ 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങൂല, പേടിച്ചിട്ട് അല്ലേ? രാത്രി നമ്മളൊന്ന് ഇപ്പോഴാണ് അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉള്ള വീടുകളുള്ളത് മിക്കവരും. അന്ന് ആ കാലഘട്ടത്തിലൊക്കെ പുറത്ത് ബാത്റൂമിൽ അല്ലെങ്കിൽ പുറത്തൊരു മുറ്റത്തേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് സഹോദരന്മാരെ അല്ലെങ്കിൽ അവരെ ആ വാതിൽക്ക് നിർത്തും. എന്നിട്ട് ഓടിപ്പോയിട്ട് മൂത്രമൊഴിക്കുക അല്ലെങ്കിൽ ആ ബാത്റൂമിൽ പോയിട്ട് പകുതി ഡോറ് തുറന്നിട്ട് ഓടി അകത്തോട്ട് കയറുന്ന കാലഘട്ടം അല്ലേ? ഏതെങ്കിലും ഒരു ആൺകുട്ടീനെ മുഖത്ത് നോക്കി ചിരിക്കാൻ പേടിയായിരുന്ന ഒരു സമയമാണ് 12 വയസ്സ്. 15 വയസ്സിലൊക്കെ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ ആമ്പിളേരെ നോക്കും, ചിരിക്കും, വർത്തമാനം പറയും. ഈ 12 വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ആ കുട്ടിക്ക് പ്രായപൂർത്തി പോലും ആയിട്ടുണ്ടാവില്ല. ശരിക്കും ഈ വാർത്ത കേട്ടപ്പോൾ സങ്കടത്തേക്കാൾ ഉപരി ദേഷ്യമാണ് ഉണ്ടായത്. കാരണം അവര് പറയുന്നുണ്ട്, ചാനലുകാരോട് അവർ പറയുന്നുണ്ട്, 12 വയസ്സായ എൻ്റെ മകള് ബുക്ക് വാങ്ങാൻ പോയി, അതിനുശേഷം കാണുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. ഈ ബുക്ക് വാങ്ങാൻ പോകുന്ന കൊച്ചു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ കുട്ടിക്ക് 14 വയസ്സായി, ഞാൻ മൂത്ത കുട്ടിക്ക് 19 വയസ്സായി. അവരിപ്പോൾ ഒരു 6 മണിക്ക് ശേഷം പുറത്തേക്ക് പോയാൽ ഞാൻ ചോദിക്കണം, എവിടെ പോണ്, എന്തിനു പോണ്, അല്ലെങ്കിൽ ഞാനും കൂടി വരാം അല്ലേ? അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ മകൻ ആൺകുട്ടിയാണ്, അവൻ പുറത്തേക്ക് പോകുമ്പോൾ നിന്റെ കൂടെ ആരാണ്, എന്തിനാ പോണേ, ആരെ കാണാനാ പോകുന്നത്, ആ ആരാണ് കൂടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ വിളിക്കും, ഞാൻ അവനെയും കൂടി കൂടാം, അല്ലെങ്കിൽ ആ വണ്ടിയുമ്മ കയറ്, ഞാൻ കൊണ്ടാക്കാം എന്ന് പറയുന്നത് ഒരു പാരന്റിന്റെ അല്ലെങ്കിൽ ഒരു അവനെ പരിചരിക്കുന്ന ആരാണോ അവരുടെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ എൻ്റെ മകൾ 8 മണിക്ക് കൂട്ടുകാരിയുടെ വീട്ടിൽ ബുക്ക് വാങ്ങാൻ പോയി തിരിച്ചു വന്നില്ല എന്ന് പറയുമ്പോൾ പോലീസുകാരാണ് ഉത്തരവാദി. കാരണം എന്നിട്ട് ഇതറിഞ്ഞു പരാതി കൊടുത്തു, അതിനുശേഷം ഈ പോലീസ് കൂടെ ഉണ്ടായ ആരാണെന്ന് പോലീസ് തന്നെയാണ് കണ്ടുപിടിക്കുന്നതും. ആ കണ്ടുപിടിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മംഗലാപുരത്ത് വെച്ച് ഇതിന്റെ അവരവിടെ ഉണ്ട്. ഈ മറ്റേ മൊബൈൽ ഓണായപ്പോൾ അവർ ലൊക്കേഷൻ കണ്ടുപിടിച്ച് ഇവിടെ നിന്ന് പോകുന്നത് 2-3 പോലീസുകാരുടെ കൂടെ ഒരു വനിതാ പോലീസ് കൂടിയാണ്. അവരെ സമ്മതിച്ചു കൊടുക്കണം. പിന്നെ തീർച്ചയായിട്ടും ഇല്ലേ? കാരണം അവർക്ക് ഫാമിലി ഉണ്ട്, മക്കളുണ്ട്, എല്ലാവരും ഉണ്ടെങ്കിലും ഇത്രയും ലോങ് അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിരിക്കാം. പക്ഷെ ഈ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് ആ വനിതാ പോലീസ് കൂടി അവിടെ പോയി. അവിടെ വെച്ച് ഇവരുടേതായ യാത്രക്കുള്ള ഒരു സാധന സാമഗ്രികളും എടുക്കാതെ, കാരണം അന്ന് കൊച്ചിനെ എടുത്ത് പോരാലോ, തിരിച്ചു പോരാലോ എന്ന് കരുതിയിട്ട് ഇവര് പോയി അവിടെ ചെന്ന് അത് മംഗലാപുരത്തില്ലാണ്ട് ബോംബെയില് ഓണായി. ബോംബെന്ന് അവിടെ നിന്ന് തിരിച്ച് യാത്രാ മധ്യേ ഇവിടെ നിന്ന് വേറെ പോലീസുകാർ പുറകിൽ പോകുന്നു, സ്ക്വാഡുകാർ പുറകിൽ പോകുന്നു. ഇങ്ങനെ ഈ പോലീസുകാരുടെ ഒരു പ്രവർത്തനം കൊണ്ട് മാത്രമാണ് ആ കുട്ടിയെ പൂനെയിൽ വെച്ച് കിട്ടില്ല. പോലീസുകാരുടെയും RPFന്റെയും ഒറ്റ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് കിട്ടിയത്. ഇതിലെ ഉപരി നമുക്ക് സന്തോഷിക്കാനുള്ള ഒരു വക എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ അപകടം സംഭവിച്ചില്ല. ആ കുട്ടിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിരുന്നെങ്കിൽ ഇത്രയും പണിയെടുത്ത പോലീസുകാർ പിന്നെയും പഴി കേൾക്കേണ്ടി വരും. ശരിയാണ് അല്ലെ? ഇവര് പോയി ഇവിടെ നിന്ന് SP DYSP ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്ത് അവരവിടെ പോയുമ്പോഴും ഇവിടെ മാതാപിതാക്കൾ പറയുന്നത് എന്താ?
പോലീസുകാരുടെ അനാസ്ഥയാണ് അനാസ്ഥയാണ്. 3 ദിവസമായി അത് കവർ ചെയ്യാൻ കുറെ ചാനലുകാർ അതന്നെ. മനസ്സിലായില്ലേ? ചാനലുകാര് സംഭവം അവരുള്ളത് കൊണ്ടാണ് കാര്യങ്ങളെല്ലാം അറിയുന്നത്. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനെ വളച്ചൊടിക്കുന്നത് എന്തിനാണ്? അവർക്ക് സത്യസന്ധമായി അവർക്ക് തന്നെ ചോദിക്കാലോ, ഈ പറയുന്ന മാതാപിതാക്കളോട് അവർക്ക് തന്നെ ചോദിക്കാലോ, എന്തുകൊണ്ട് നിങ്ങൾ പോലീസുകാരെ പറയുന്നു? അവര് പോയേക്കല്ലേ? ഇവര് ഒരു ഇരിക്കുന്ന സ്ഥലത്ത് പോയി എടുക്കാനല്ല പോയിരിക്കുന്നത്, അന്വേഷിക്കാൻ. ഒരു സ്ഥലത്ത് പോയി എടുത്തു വെച്ച സാധനത്തിനെ എടുത്തുകൊണ്ട് വരുവാനല്ല പോയിരിക്കുന്നത്. എനിക്കതിനോട് യോജിപ്പില്ല. ഏത് ഈ അവരെ മനസ്സിലാക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ബാബുക്കുട്ടൻ സാർ പറഞ്ഞു, ഡിവൈഎസ്പി പറഞ്ഞു, ഞങ്ങളെ മനസ്സിലാക്കുന്നില്ല. ശരിയല്ലേ? ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഈ 12 വയസ്സുകാരുടെ അവിടെ ഈ കഴിഞ്ഞ ദിവസം ഈ ഇടത്തല ഭാഗത്തു നിന്ന് ഒരു കുട്ടി പോയി, പോക്സോ കേസിലെ പ്രതി, വിക്ടിം പോയത് പ്രതിയുടെ കൂടെ തന്നെ എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അതും തിരുവനന്തപുരത്ത് വരെ പോലീസുകാർ പോയി ഇവരെ പിടിച്ചുകൊണ്ട് വന്നു.